സത്യത്തിൽ നമുക്കറിയാം, പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള ആവാസത്തിലാലും പ്രാർത്ഥനയാലും മാത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് വീണ്ടും ഒരു സ്ഥാനം മറ്റു മെത്രാപ്പൊലീത്തമാർക്ക് കൊടുക്കുമ്പോൾ. അതിൽ പക്ഷേ പ്രധാനമായിട്ട് ചക്കിത്ത് പിതാവിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ എറണാകുളം രൂപത ഇതുപോലെ അധപ്പതിക്കുന്നത്. യാതൊരു യോഗ്യതയില്ലാത്ത പിതാക്കന്മാരെന്ന് പറയില്ല, അച്ഛന്മാരെ ചക്കിത്ത് പറഞ്ഞാൽ അത് കേൾക്കുന്ന വിധത്തിലുള്ള അച്ഛന്മാരെ പിതാക്കന്മാരാക്കി ഈ തിരുസഭയ്ക്ക് വേണ്ടുന്ന ചൈതന്യമുള്ള അച്ഛന്മാരെ തിരസ്കരിച്ചത് തന്നെ വലിയൊരു ശാപമായി മാറിയിരിക്കുകയാണ്. ഇനിയും അതേപോലത്തെ പെരട്ട് പണികൾ ഈ ചക്കിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ അത് ചെയ്യും. അതുകൊണ്ട് ചക്കിയത്ത് പിതാവിനോട്, ആ ചാണക്യനോട്, ഇത്രയും കുടുംബങ്ങളെയും ഇത്രയും സഭേനെയും നശിപ്പിച്ച വിവരമില്ലായ്മ, പുള്ളിയുടെ സോഷ്യോളജി കാണിച്ച് അവസാന ആത്മീയത കംപ്ലീറ്റ് ചോർത്തിക്കളഞ്ഞ ആ ചക്കിയത്ത് പിതാവിനോട് ഇനി ഒരു സ്റ്റെപ്പ് വായ തുറക്കാനോ അഭിപ്രായം പറയാനോ പാടില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്തം മറ്റു പിതാക്കന്മാർക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാത്തിൻ്റെയും ചാണക്യനും ചുക്കാൻ പിടിക്കുന്നതും ചക്കിയത്ത് പിതാവാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളെങ്കിലും പിതാക്കന്മാരുടെ കണ്ണും തലയും ചെവിയും ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ഇവരെന്താ പറയണേ, എന്താ കാണിക്കണേ എന്നറിഞ്ഞുകൂടാ. ആ വിധത്തിലാക്കിയിട്ടുണ്ട്. വിമതന്മാരാണെങ്കിൽ കയ്യിൽ കിട്ടണവർക്കൊക്കെ പെരുക്കുകയാണ്. ഇന്നലെ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും പൈസ ചോദിക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി. എനിക്കറിയാം, ഈ സിനഡിലെ പിതാക്കന്മാരോട് നമ്മൾ സത്യം തുറന്നു പറയുമ്പോൾ എനിക്കിട്ട് പണി തരൂ എന്നുള്ളത് എനിക്കറിയാം. മനസ്സിലായി? ഇനിയും പണി തരും. അതിൻ്റെ ഇടയിൽ എന്നോട് കഴിഞ്ഞ ആഴ്ച ആരോ പറഞ്ഞ് വധഭീഷണി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വധിക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നാലെങ്കിലും ഒരു രക്തസാക്ഷിയായല്ലോ സഭയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ പോലെ വളരെ അധികം തിന്മകൾ, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് ഈ ഓരോ സിനഡ് കൂടുമ്പോഴും നിങ്ങൾ ചെയ്യണത്. അതുകൊണ്ട് പാപം പിടിച്ച ഞങ്ങളെപ്പോലത്തെ വിശ്വാസികൾ വിഷമിക്കുകയാണ്, കൂദാശ കിട്ടാതെയും അതുപോലെ സഭ ജീർണിക്കുന്നത് കണ്ടിട്ടും. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സഭാപിതാക്കന്മാർ ദൈവഭയമുള്ളവരായിരിക്കുക. നിങ്ങൾക്കില്ലാത്തൊരു കുഴപ്പം ദൈവഭയം. മനസ്സിലായില്ലേ? ദൈവഭയം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ആ വിധത്തിൽ നിങ്ങൾ ഇതുപോലെ അധപ്പതിച്ചാൽ എങ്ങനെയാണ് ഈ സഭയെ നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു അൽമായർക്കുള്ളൊരു ഡീക്കണേറ്റ്, അത് അങ്ങനെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ചെയ്യുക. അതുപോലെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛന്മാരെ പോയി കല്യാണം കഴിക്കട്ടെ. അവരിവിടെ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ഈ എന്താ പറയുക, വിശ്വാസികളെ കുടുംബങ്ങൾ ജീർണിപ്പിച്ച് കുടുംബങ്ങൾ നശിപ്പിക്കുന്നതിന് പകരമായിട്ട് അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛന്മാരെ കല്യാണം കഴിക്കാൻ പൊക്കോട്ടേന്നേ. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നത് ഒരു നിയമമായിട്ട് സിനഡ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അത് ശരിയാവത്തില്ല. പിന്നെ കയ്യാങ്കളിയായിരിക്കും, കൈയിട്ട് വാരൽ മാത്രമായിരിക്കും. അപ്പം അതുകൊണ്ട് അതുമല്ല, ഈ എക്സ്ട്രാ വരുന്ന പൈസ സഭയിലുള്ള എല്ലാ പാപങ്ങളുടെ ഇടയിലേക്കും എല്ലാ രൂപതകളിലേക്കും എല്ലാ ഇടവകകളിലേക്കും പോകുന്ന വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരറിവ് ഉള്ള ഒരു ഭരണക്രമവും കൂടെ ഈ സിനഡിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം തിന്മയാണ് എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാന കാരണം. ഈ ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. ആ ധനമോഹത്താലാണ് ഈ എറണാകുളം രൂപത ഇത്രമാത്രം ജീർണിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ തുടക്കം ഈ 1400 കോടി ഇല്ലുമിനാറ്റി ഫണ്ട് കാനഡയിൽ നിന്ന് വന്നോ അന്ന് ഇത് പങ്കുവെച്ച് ഇപ്പോൾ അത് എല്ലാ രൂപതകളിലേക്കും ഇത് പങ്കുവെച്ചു, സേവ് ഫാമിലി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ വെച്ച് അവസാനം എല്ലാ രൂപതയും ഇടയന്ത്രത്തിൻ്റെ പോക്കറ്റിലാണ് കിടക്കുന്നത്, ഈ രൂപതയിലുള്ള പിതാക്കന്മാരും. ഇത് തന്നെയാണ് നമ്മുടെ സഭയുടെ ആത്മീയത ചോർന്നു പോകുന്നതിൻ്റെ ഫസ്റ്റ് കാരണം.
അപ്പോൾ അതുകൊണ്ട് പിന്നെ എറണാകുളത്തുള്ള വിമത വൈദികരുടെ എന്താ പറയുക ആത്മീയത കുറവും അവരുടെ അസന്മാർഗികത്വവും പിന്നെ അവരുടെ ധനമോഹവും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള അവരുടെ ചായ്വും അത് സെമിനാരിയിലുള്ള ലിബറേഷൻ തിയോളജി ഇതെല്ലാം കൂടിയായപ്പം സംഭവം കുഴയായി. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഓർത്ത് സഭാപിതാക്കന്മാർ ഇനിയെങ്കിലും ദൈവഭയമുള്ളവരായിട്ട് പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക. അല്ലാതെ ചാണക്യൻ ചക്യത്തിൻ്റെയും ഇടയന്ത്രത്തിൻ്റെയും കയ്യിൽ ഈ സഭേനെ കൊണ്ടുവന്ന് കയ്യിൽ കൊടുക്കല്ലേ. പ്രത്യേകിച്ച് മറഞ്ഞു നിന്ന് ഭരണിയുടെ ഒരു ഭരണം ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് ബാക്കി പിതാക്കന്മാർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മേലെ ദൈവക്രോധമാണ് വരുത്തി വയ്ക്കുന്നത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ.